എരമല്ലൂർ, വടതല. 32 വർഷങ്ങൾക്ക് മുമ്പുള്ള യോഗ സിനിമയുടെ ഭാഗങ്ങൾ പുനഃസൃഷ്ടിച്ചത് ശ്രദ്ധേയമാവും. 32 വർഷങ്ങൾക്ക് മുമ്പ് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ ചിത്രീകരിച്ച യോധ സിനിമയിലെ രംഗങ്ങൾ പുനഃസൃഷ്ടിച്ചത് വൈറലാകുന്നു. കൊച്ചി കുമ്പളങ്ങി സ്വദേശി അഡ്വക്കേറ്റ് എയ്നോഷ് മൈക്കിളും ഭാര്യ ഗവേഷക നിയ എയ്നോഷും സുഹൃത്ത് അരുണും ചേർന്നാണ് മലയാള സിനിമാ പ്രേക്ഷകരുടെ ഓർമ്മകളിൽ എങ്ങും തങ്ങി നിൽക്കുന്ന യോധ സിനിമ റീക്രിയേറ്റീവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന് ഞാൻ തപസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഞാനും ആയിത്തീരും. നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ ഒരു കോമ്പറ്റീഷൻ? മത്സരം തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കാണല്ലോ ഫസ്റ്റ്. ഏത്? അക്ഷര ശ്ലോകത്തിന്. ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഒരു അലക്കലക്കി. നക്ഷത്രം ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞ് ടെമ്പോ കളയല്ലേ അശ്വതി? അശോകേട്ടൻ പറഞ്ഞോളൂ. ആ പിന്നെ ചാരായ ഷാപ്പിന്റെ മുമ്പിൽ ചെന്ന് എന്നെ താഴെ ഇട്ടുള്ളൂ. അശോകേട്ടൻ കുടിക്കുവോ? അയ്യോ, ഞാൻ കുടിക്കില്ല. ചാരായ ഷാപ്പിന്റെ ഇപ്പുറത്തെ ഊടുവഴി കൂടെ നമുക്ക് വീട്ടിലോട്ട് പോകാലോ. ഓ, അത് ശരി. ആ, ഇനി അങ്ങോട്ട് അശോകേട്ടൻ വരണമെന്നില്ല, ഞാൻ പോയിക്കോളാം. വേണേ ഞാനും കൂടെ വരാം. വേണ്ട. ടാറ്റാ. ടാറ്റാ. ബൈ ബൈ. പടകാടി ചണ്ടി ശങ്കരി വർക്കലി മാർഗലി ഭഗവതി അടിയനിൽ അലിവോടി നിത്തിരികൾ. സംഗീത് ശിവൻ സംവിധാനം ചെയ്ത യോധ സിനിമയിൽ തൈപ്പറമ്പിൽ അശോകനെയും അരിശുമൂട്ടിൽ അപ്പുക്കുട്ടനെയും അശ്വതിയെയും അനുകരിച്ചാണ് ഇവർ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. കുട്ടിമാമയുടെ വീട്ടിൽ തൈപ്പറമ്പിൽ അശോകനായി ആൾമാറാട്ടം നടത്തി അരിശുമൂട്ടിൽ അപ്പുക്കുട്ടൻ കയറിപ്പറ്റിയതോടെ അശോകൻ വഴിയാധാരമാവുന്ന രംഗമാണ് ഇവർ ചിത്രീകരിച്ചത്. നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ പ്രസിദ്ധ സോയാംബു ചൈത്യ ക്ഷേത്ര സമീപത്താണ് യോധയിലെ മോഹൻലാലും ജഗതിയും മധുബാലയും ചേർന്ന് ചിത്രീകരിച്ച ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. ഇവരും നേപ്പാൾ സന്ദർശനത്തിലാണ് കാഠ്മണ്ഡുവിലെ ഈ ക്ഷേത്രം തന്നെ പുനഃസൃഷ്ടിക്ക് തെരഞ്ഞെടുത്തത്. ശ്രീബുദ്ധനോട് തന്റെ വിഷമം പറഞ്ഞു തിരിയുമ്പോൾ അശ്വതിയുമായി കൊഞ്ചിക്കുഴഞ്ഞു വരുന്ന അപ്പുക്കുട്ടനെ കാണുന്ന രംഗവും തുടർന്നുള്ള പടകാളി ചണ്ടിച്ചങ്കരി പോക്കിരി മാർക്കിലി എന്ന പ്രസിദ്ധ പാട്ടുമാണ് ഇവർ ക്രിയേറ്റീവ് ചെയ്തത്. എന്ത് നിർത്തിക്കളഞ്ഞത്? മുഴുവൻ പാടാത്തത് പറഞ്ഞു പാടിക്കാൻ നീ ആര്? സംഗീത സംവിധായകനോ? സംഗീത സംവിധായകനൊന്നും അല്ലെങ്കിലും എനിക്ക് വ്യക്തിത്വമുണ്ട്. അതുകൊണ്ടാണല്ലോ നീ എന്റെ പേര് പറഞ്ഞ കുട്ടിമാമയുടെ വീട്ടിൽ കയറിയത്. രമേന്ദ്ര ഡോമ്പി നീ കുറച്ചാൾ ഷൈൻ ചെയ്തില്ലേ? ഇനി അച്യുത് ഡോമ്പി ഞാൻ കുറച്ച് ഷൈൻ ചെയ്യട്ടെ. അതാണോ കാര്യം? അതാണ് കാര്യം. എത്ര നാൾ ഷൈൻ ചെയ്യും? എത്ര നാൾ ഷൈൻ ചെയ്യണം? എത്ര നാൾ ചെയ്യാം? എത്ര നാൾ വേണേലും ചെയ്യാം. ഇടാ, കൂടിയ ഒരാഴ്ച. അതിനുള്ളിൽ നിന്നെ പുകച്ച് പുറത്ത് ചാടിച്ചില്ലെങ്കിൽ എന്നെ അപ്പുകുട്ടാന്ന് വിളിച്ചോ. യാത്രയെ എന്നും ഇഷ്ടപ്പെടുന്ന ദമ്പതിയും സുഹൃത്തും ഇപ്രാവശ്യം നേപ്പാൾ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ഇതിനുവേണ്ടിയുള്ള പരിശീലനവും നടത്തിയിരുന്നു. കുമ്പളങ്ങി പുളിക്കൽ സ്റ്റാൻലിയുടെ മകനാണ് യുവ അഭിഭാഷകനായ എയ്നോഷ് മൈക്കിൾ. CMFRIയിലെ കാലാവസ്ഥാ വ്യതിയാന പഠന ഗവേഷകയാണ് ഭാര്യ നിയ. ഇവരുടെ സുഹൃത്താണ് അരുൺ. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.